രക്ഷാദൗത്യം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ? വിധത്തിലുള്ള സാധനങ്ങൾ മാത്രമേ പറ്റുന്നുള്ളൂ. ഇന്ന് ഹിറ്റാച്ച് കൂടി വന്നതോടുകൂടി ടൈഗർ സ്ക്വാഡ് ഐഡന്റിഫൈ ചെയ്ത് മനുഷ്യ സാന്നിധ്യമുണ്ടെന്ന് കാണിച്ച സ്ഥലങ്ങളിൽ കൂടി നമുക്ക് തെരച്ചിൽ നടത്താൻ വേണ്ടി പറ്റും. വല്ലാത്തൊരു കാഴ്ചയാണ് വിജയകുമാർ, ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. അതിനകത്തേക്ക് പോയാൽ മനസ്സിലാവും, ഒരു പഴയ ഭാരതപ്പുഴ ഉണങ്ങിക്കിടക്കുന്ന നേരത്തെ ഉണ്ടായതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ വീടുകളും താഴത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു സമതലത്തിലേക്ക്, മുണ്ടക്കൈ ഭാഗത്തിൻ്റെ മേജർ പോർഷൻ, നേരത്തെ നമ്മൾ റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം നേരെ താഴത്തോട്ട് ഇറങ്ങി ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന വിധത്തിലുള്ള കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനം മിസ്സിംഗ് കേസുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിലൊരു കണക്ക് നമുക്ക് 221 എന്നൊരു കണക്ക് ഇന്നലെ കേട്ടിരുന്നു. അങ്ങനെ ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ നമുക്കൊരു കണക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയായിട്ടുണ്ടോ ഇപ്പോൾ? ഇല്ല, ആ കണക്കിൻ്റെ പ്രശ്നം നമ്മൾ ഈ പറഞ്ഞ 221 ഏതെങ്കിലും വിധത്തിൽ നമ്മളോട് പരാതി പറഞ്ഞവരോ ഇൻഫർമേഷൻ തന്നവരോ ആണ്. അവരാകണമെന്നില്ല. ആ കിട്ടുന്ന കണക്ക് ലഘൂകരിച്ച് 95ലേക്ക് മിനിഞ്ഞാന്ന് വൈകുന്നേരത്തോടു കൂടി എത്തിയിരുന്നു. പക്ഷേ നമ്പർ കൂടുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മിംസിൽ പോയപ്പോൾ ഒരമ്മ, അവർ വീട്ടിലുള്ള ബാക്കി 4 പേരും നഷ്ടപ്പെട്ടു. ആരോട് പരാതി പറയാൻ? അവരെ തന്നെ നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇന്നലെ എത്തിച്ചവരാണ്. അപ്പം ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റേഷൻ കാർഡ്, ആശാവർക്കന്മാർ, അംഗനവാടിക്കാർ. നേരത്തെ വോട്ടർ പട്ടികയായിരുന്നു നോക്കിയിരുന്നത്, പക്ഷേ വോട്ടർ പട്ടികയിൽ കുട്ടികളുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് റേഷൻ കാർഡിൻ്റെ ലിസ്റ്റ് എടുത്ത് അതിൽ ഈ കിട്ടിയവരെ മുഴുവൻ ടിക്ക് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് പേടിച്ചു പോയവരുണ്ട്, മിണ്ടാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട്, ഫോൺ ഓഫ് ചെയ്യപ്പെട്ടവരുണ്ട്. അപ്പോൾ അവരുടെ കൂടി ഇൻഫർമേഷൻ ഇന്ന് വൈകുന്നേരത്തേക്ക് കൂടി കണക്ട് ചെയ്താലേ സമഗ്രമായിട്ടുള്ളൊരു നമ്പറിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. പക്ഷെ അല്ലാത്ത ജോലികൾ ധാരാളമായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുള്ള എല്ലാ റെസ്ക്യൂ ഓപ്പറേഷനുകളിലും ഒരു നിശ്ചിത സ്ഥലമാണ് ഉണ്ടാവുക. 1 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 2 കിലോമീറ്റർ. ഇത് അങ്ങനെയല്ല വിജയകുമാർ. തുടങ്ങിയ സ്ഥലം മുതൽ ദീർഘമായി ചാലിയാർ പുഴയിൽ ഇത്രയധികം ശരീരങ്ങൾ പോത്തുകല്ലിൽ കണ്ടെത്തണമെങ്കിൽ അത്ര ഭീകരമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകമായിട്ടുള്ള 70ഓളം മൊബൈൽ മോർച്ചറികൾ നമ്മൾ ഒരുക്കി നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന കേസുകൾ പ്രത്യേകമായി കൊടുത്തിരുന്നു. അതൊക്കെ അവയവങ്ങൾ കട്ട് ചെയ്യപ്പെട്ട DNA ടെസ്റ്റ് നടത്തിയാൽ മാത്രം കിട്ടാവുന്ന, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ബോഡികളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നഷ്ടപ്പെട്ടവരുടെ കണക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഓരോ ഘട്ടത്തിലും കിട്ടുന്ന കണക്കുകളനുസരിച്ച് മുന്നോട്ട് പോകുക. ഇപ്പം ഇന്നലെ തന്നെ രാവിലെ മിനിഞ്ഞാന്ന് രാത്രി അരുണുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്ന അട്ടമലയിലെ മസ്ജിദിൽ കുടുങ്ങിയ 10 പേർ, അവരെ പൂർണ്ണമായി നമ്മൾ പുറത്തേക്ക് എത്തിച്ചു. വനറാണിയിൽ കുടുങ്ങിയ 7 കുടുംബങ്ങൾ ഇന്നലെ രാവിലെ നമുക്ക് പുറത്തേക്ക് എത്തിച്ചു. ഇങ്ങനെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ച് അതിവേഗം യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അരുണിനോട് കേൾക്കുന്നുണ്ടെങ്കിൽ പറയാനുള്ളൊരു കാര്യം, രാവിലെ ഒരു 40 കുടുംബങ്ങൾ കെട്ടിക്കിടക്കുന്ന നൂറുദ്ദീൻ പറഞ്ഞൊരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. അവിടേക്കുള്ള ഭക്ഷണം ഇപ്പോൾ അവിടെ എത്തിയിട്ടില്ല ഭക്ഷണം എന്ന് രാവിലെ ഒരു 7:30 മണിക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അവിടേക്കുള്ള ഭക്ഷണം ഇപ്പോൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം ആർമി എല്ലാ ടീമുകളും റെഡിയാണ് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ ഇന്ന് ഒരു നമുക്ക് ഇന്നലെ ഈ മഴ, റെഡ് അലേർട്ട് ഒരു പ്രശ്നമാണ് അല്ലേ? റെഡ് അലേർട്ട് തന്നെയാണല്ലോ ഇന്നും അല്ലേ? അലർട്ടിന്റെ പ്രശ്നമുണ്ട്. 1500-ലധികം 1600 ചിലവാനും സൈനിക സംവിധാനങ്ങൾ തന്നെ, ആർമി, കേരളത്തിലെ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, DSC, നേവി, എയർ, ഇങ്ങനെ 1600-ലേറെ ഫോഴ്സ് തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഫോഴ്സിന് തുല്യമായ ഫോഴ്സിനേക്കാൾ കൂടുതലോ പ്രദേശങ്ങളിൽ അറിഞ്ഞ് രക്ഷപ്പെടുത്താൻ പറ്റുന്ന സന്നദ്ധ പ്രവർത്തകരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു 3000-ഓളം ആളുകളുടെ സാന്നിധ്യം ഒരു 9 മണിയോടുകൂടി ഇതിനകത്ത് പൂർണ്ണമാകും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളെ ഇപ്പോൾ കടത്തിവിടുക എന്നുള്ളതാണ്. 15 ഇപ്പോൾ കയറിയിട്ടുണ്ട്, ബാക്കിയെല്ലാം കടത്തിവിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ബെയിലി പാലം 10 മണിയോടുകൂടി പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകും. 10 മണിയോടുകൂടി അല്ലേ? പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകും. 10 മണിയാണ് നമ്മൾ തീരുമാനിച്ച ടൈം. വലിയ വ്യത്യാസമില്ലാതെ ഉണ്ട്. റിപ്പോർട്ടറിൻ്റെ കാഴ്ചക്കാരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ക്ഷമിക്കണം 24ൻ്റെ കാഴ്ചക്കാരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഉള്ള പ്രവർത്തന സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് SKനോട് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, അകത്തേക്ക് കയറി വരുന്നവർ മേപ്പാടിയിൽ പരമാവധി വാഹനങ്ങൾ ഉപേക്ഷിച്ച് വരണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വരിക, അല്ലാത്ത ഔദ്യോഗിക സംവിധാനങ്ങൾ മാത്രം വന്നാൽ മതി. നമുക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രധാനമാണ്. ഇന്നായിരിക്കും ഏറ്റവും കൂടുതൽ, മിനിഞ്ഞാന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആംബുലൻസുകൾ ഉപയോഗിക്കേണ്ടി വരും ഇന്നാണ്. മിനിഞ്ഞാന്ന് നമ്മൾ ഈ പാലങ്ങൾ കെട്ടിയതോടുകൂടി നടത്തിക്കൊണ്ടുവന്ന് ഈ പുഴക്കരയുടെ ഇപ്പുറത്തെത്തിയ ആളുകൾ മുഴുവൻ അകത്തേക്ക് കിടത്തി. ഇന്നുണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് ഈ യന്ത്രസാമഗ്രികൾ കൂടി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ബോഡികൾ ഉൾപ്പെടെ കണ്ടെത്താൻ. അപ്പോൾ അതനുസരിച്ച് ആംബുലൻസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് വേണ്ടി വരും. അല്ല, ആംബുലൻസിൻ്റെ മൂവ്മെൻറ്റ് കടന്നു വരുന്നത് വരെ അപ്പുറത്തേക്ക് വാഹനങ്ങൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ പരമാവധി ഒഴിവാക്കുക. മേപ്പാടിയിലോ മേപ്പാടി കഴിഞ്ഞ് ഇപ്പുറത്തോ യാത്ര അവസാനിപ്പിച്ച്
നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകൾ അതിനു മുമ്പുള്ള കളക്ഷൻ പോയിന്റിൽ അത് കൊടുക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ജനം വല്ലതുപോലെ സ്നേഹിച്ച് നമ്മളോട് സഹകരിക്കുന്ന ഒരു ഘട്ടമാണ്. അവരോടുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. പക്ഷേ വല്ലാതെ ആളുകൾ വാഹനങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് കയറി വരാനുള്ളൊരു സാഹചര്യം, സ്വയം നിയന്ത്രണം അക്കാര്യത്തിൽ അവർ തന്നെ ഒരു ആത്മനിയന്ത്രണം അവർ തന്നെ നടത്തുന്നത് നന്നായിരിക്കുമെന്ന് കൂടിയാണ്. മിനിസ്റ്റർ മുണ്ടക്കയിലേക്ക് പോകുന്നുണ്ടോ? ഉണ്ട്. ഞാൻ പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു അവലോകന യോഗം അതുകൂടി നോക്കിയിട്ട് പോകുന്നു. അതാണ് റവന്യൂ മന്ത്രി സൂചിപ്പിച്ചത്. ഇപ്പോൾ ഈ അപകടത്തിൽ പെട്ടവരുടെ കണക്ക് എടുക്കുന്നതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട്, പ്രായോഗിക പ്രശ്നങ്ങൾ. 221 ഇന്നലെ പറഞ്ഞ കണക്കല്ല, അതിനപ്പുറത്തേക്ക് ആളുകളെ കാണാതായിട്ടുണ്ടെന്ന് റവന്യൂ വകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ ക്രോഡീകരിച്ച് വരികയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഈ പാലം 10 മണിക്ക് തുറക്കുമെന്നാണ്, വൈകുന്നേരം തുറക്കുമെന്നാണ് നേരത്തെ കേട്ടത്. അതൊരു പുതിയ വിവരമാണ്. 10 മണിക്ക് തന്നെ ആ പാലം പ്രവർത്തന സജ്ജമാകും. അതോടുകൂടി ആംബുലൻസുകൾക്കൊക്കെ ഒരുപക്ഷെ നേരെ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തി അവിടെ ഉള്ള ആളുകളോ ജീവനുള്ളവരോ ഉണ്ടെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ കഴിയും. അതല്ല ഇനി മരിച്ചു ജീവനറ്റ ശരീരമാണെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റാനും ആശുപത്രികളിലേക്കോ മോർച്ചറിയിലേക്കോ മാറ്റാനും കഴിയും. ആ നിലയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പുഴ കടന്ന ദൗത്യത്തിന് പോകുന്ന ഒരു വലിയ വാഹനമാണ്, ഒരു വലിയ മണ്ണുമാന്തി യന്ത്രമാണ്. ഈ മണ്ണുമാന്തി യന്ത്രം ഇത് മുണ്ടക്കൈ ഭാഗത്ത് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇതൊക്കെ അവിടെ എത്തുന്നതോടെ അവിടെ കുറെ കൂടി കാര്യക്ഷമമായ ജോലി നടക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് ഇവിടെ ഇത്രയും സമയം ഈ പാലം നിർമ്മാണത്തിൽ സഹായിക്കുകയായിരുന്നു ഈ വലിയ മെഷീൻ. അതിപ്പോൾ വീണ്ടും അത് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോവുകയാണ്. റോഡൊക്കെ വൃത്തിയാക്കി അതിൻ്റെ ഭാഗത്തെ മണ്ണൊക്കെ നീക്കി അത് സഞ്ചാരയോഗ്യമാക്കിയാണ് ആ വലിയ വാഹനത്തിൻ്റെ യാത്ര. ഇന്ന് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം ഉടൻ നടക്കാൻ പോകുന്നുണ്ട്. അടുത്ത ഘട്ടം ദൗത്യത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വിവരങ്ങളൊക്കെ ആ ഘട്ടത്തിലായിരിക്കും മനസ്സിലാകും. ഇപ്പോൾ മന്ത്രിതല സംഘം, ഇപ്പോൾ മന്ത്രി CK ശശീന്ദ്രനും അവിടേക്ക് പോകുന്നുണ്ട്. റവന്യൂ മന്ത്രിയും വനമന്ത്രിയും ഇവിടെ ഉണ്ട്. അവർ ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയാണ്. ചുരുക്കത്തിൽ ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഇന്ന് മാറുകയാണ്. കാരണം കൂടുതൽ യന്ത്രസാമഗ്രികൾ അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സംവിധാനങ്ങൾ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ആ നിലയിൽ വളരെ സജീവമായ രക്ഷാപ്രവർത്തനം ഇന്ന് നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കാലാവസ്ഥ കൂടി അതിന് അനുകൂലമാണെങ്കിൽ വളരെ വേഗത്തിൽ ആ ജോലിയിലേക്ക് പോകാൻ കിടക്കും. എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ റിസൾട്ട് ഇന്നത്തെ തെരച്ചിലിൽ ഉണ്ടാകുമെന്ന് പൊതുവെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഈ ദൗത്യത്തിൽ പ്രവർത്തിക്കുന്നവരും കരുതുന്നുണ്ട്. അപ്പോൾ ഈ പാലം 10 മണിയോടെ പ്രവർത്തനം സജ്ജമാകുമെന്നതാണ് റവന്യൂ മന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം. ഒപ്പം ഈ അപകടത്തിൽപ്പെട്ടവരുടെ കണക്ക് സംബന്ധിച്ച് ഇപ്പോഴുള്ള കണക്ക് അത് അന്തിമമല്ല, അതിൽ വലിയ മാറ്റം ഉണ്ടാകും. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും കൂടി റവന്യൂ മന്ത്രി പറഞ്ഞു. അതിൽ പല വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഷൻ കാർഡ് അടക്കം ശേഖരിച്ച് കണക്കുകൾ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം അതിൽ കുട്ടികളില്ല എന്നുള്ളതാണ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ്, റേഷൻ കാർഡ്, ആധാർ വിവരങ്ങളൊക്കെ ശേഖരിച്ച കണക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള വലിയ ശ്രമം റവന്യൂ വകുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റവന്യൂ മന്ത്രി അറിയിച്ചത്. ഗോപി. ശരി, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വിജയകുമാർ ഇപ്പോൾ സംസാരിച്ചത് റവന്യൂ മന്ത്രി രാജനുമായിട്ടാണ്. അദ്ദേഹം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ കാണാതായവരെ കുറിച്ചിട്ട് നമ്മുടെ മുന്നിലുള്ള സംഖ്യയല്ല, അതിലും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായി കിട്ടിയിട്ട്, അതായത് പലരും നൽകിയിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്ര പേരെ ആയിരിക്കും ഇനി കണ്ടെത്താനുള്ളത് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷേ അതുമല്ല, അതിലും കൂടാനാണ് സാധ്യത. അതുകൊണ്ട് റേഷൻ കാർഡൊക്കെ പരിശോധിച്ച് ആളുകൾ എത്ര പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നതിലേക്ക് ഒരു കൃത്യമായ ഒരു കണക്കെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് റവന്യൂ വകുപ്പ് നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം 10 മണിക്ക് തുടങ്ങും. അത് കഴിഞ്ഞാൽ സർവകക്ഷി യോഗം നടക്കാനിരിക്കുകയാണ്.